മുമ്പ് ഓൺലൈനായിട്ട് വാങ്ങിച്ച മീറ്ററാണിത്. ടെമ്പറേച്ചർ നോക്കും, ഹ്യൂമിഡിറ്റി നോക്കും, ക്ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, പല ഫങ്ഷനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റൂമിലെ ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടെന്ന് നോക്കി. അതായത് എൻ്റെ റേഡിയോ ഷാക്കാണ് സ്ഥലം. അപ്പോൾ നോക്കുമ്പോൾ 99% ഉണ്ട് ഈർപ്പം. എന്ന് വെച്ചാൽ മഴക്കാലമല്ലേ, മഴക്കാലത്ത് നമ്മൾ ഈർപ്പം കൂടുതൽ കാണാറുണ്ട്. പിന്നെ ഇത് എന്താണ്, പൂപ്പലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എ സി ഒന്ന് ഓണാക്കി നോക്കി. എ സി ഓണാക്കേണ്ട ആവശ്യമില്ല, മഴക്കാലത്ത് നല്ല തണുപ്പാണ്. അല്ലാണ്ട് തന്നെ ഇപ്പം നോക്കിയോ, ഈർപ്പം കുറഞ്ഞു വരണുണ്ടോ, 94ആയി, 99. അത് കുറച്ച് സമയമായിട്ടുള്ളൂ, 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കുറഞ്ഞു. ടെമ്പറേച്ചർ അങ്ങനെ കുറഞ്ഞിട്ടില്ല, 27.2 കാണിക്കുന്നത്. ആദ്യം 27.1 അത് പക്ഷേ വലിയൊരു കണക്ക് കൂട്ടാനില്ല, ഒരിത്തിരിയല്ലേ കൂടിയിട്ടുള്ളൂ. ഞാൻ ഫാനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലേ റൂമിൽ എയർ സർക്കുലേഷൻ ശരിയായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കണ്ടുവരാൻ ചിലപ്പോൾ കുറേ നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫാനും കൂടെ ഓണാക്കിയത്. അപ്പോൾ ഇതിൽ മുമ്പൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളപ്പോൾ പഴയൊരു മീറ്റർ ഉണ്ടായിരുന്നു എനിക്ക് കുറേ കാലം മുമ്പ്. ഇതിലും ഫാസ്റ്റായിട്ട് കുറയാറുണ്ടായിരുന്നു. അത് മിക്കവാറും കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവും. നല്ല മഴക്കാലത്ത് ആയിരിക്കില്ല നോക്കിയത്, അതുകൊണ്ടായിരിക്കാം എനിക്ക് അന്ന് കുറേയും കൂടെ സ്പീഡിൽ കുറയുന്നതായിട്ട് കണ്ടത്. ഇതപ്പോൾ പിന്നെയും കുറഞ്ഞു. ഇപ്പോൾ ഊഷ്മാവ് അത്ര കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും 27.2. എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 24 ഡിഗ്രിയാണ്. പക്ഷേ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൂമിലാവാൻ കുറച്ച് സമയം എടുക്കും. ചെറിയ റൂമാണെങ്കിലും അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ എ സി തണുത്ത് വരാൻ. അപ്പോൾ തണുക്കണതിൻ്റെ മുമ്പ് തന്നെ ഈർപ്പം കുറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നല്ലേ, ഇപ്പോൾ വായു തണുക്കുമ്പോൾ വായുവിൽ അതിൻ്റെ ഡ്യൂ പോയിൻ്റ് എന്ന് പറയും, കൂടുതൽ നീരാവി ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും വായുവിന് തണുക്കും തോറും. അപ്പോൾ നീരാവിയിൽ നിന്ന് വെള്ളമായി മാറും വായുവിലുള്ള നീരാവി. അത് എയർ കണ്ടീഷണറിൻ്റെ കൂളിംഗ് കോയിലിൻ്റെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അത് പതുക്കെ അവിടെ തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് എയർ കണ്ടീഷണറിൻ്റെ ഡ്രെയിനിൽ കൂടെ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് റൂമിലെ നീരാവിയുടെ അളവ് ഈ എയർ കണ്ടീഷണർ കുറയ്ക്കുന്നത്. അങ്ങനെ വലിച്ചെടുത്ത് നമുക്ക് റൂമിലെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം നല്ലോണം കുറയ്ക്കാൻ പറ്റും, കുറച്ച് നേരം എയർ കണ്ടീഷണർ റൺ ചെയ്യുമ്പോഴേക്കും. ഇപ്പോൾ ഇതാ ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, തുടക്കത്തിലുള്ള ലെവലിലെത്തി. 27.1 കാണുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ഇതാ 99-ന്ന് 89% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറയും, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറയും. ഇപ്പോൾ 3 മിനിറ്റിലാണ് 89 കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയാൽ തുടക്കത്തിലുള്ള ടെമ്പറേച്ചർ തന്നെയാണ് 27.1. ഇനിയും എ സി സെറ്റ് ചെയ്ത ലെവലിലേക്ക് എത്തിയിട്ടില്ല. അത് റൂമിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും പിന്നെ എ സിക്ക് എത്ര കുറയ്ക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കപ്പാസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവുമല്ലോ. എല്ലാ എ സികളും ഒരേ കപ്പാസിറ്റി ആയിരിക്കില്ലല്ലോ. ഇതപ്പം ഇനിയും കുറഞ്ഞു, 88% കുറഞ്ഞു. ഇനി വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് നോക്കിയാൽ കുറച്ചുകൂടെ കിട്ടും. പക്ഷേ പിന്നെ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അത്ര നേരം എ സി മഴക്കാലത്ത് ഇട്ട് വയ്ക്കുന്നത് വലിയ കാര്യമില്ലല്ലോ, നമുക്ക് വേസ്റ്റല്ലേ. കറണ്ട് അത്യാവശ്യം ചിലവാണല്ലോ എ സി ഇട്ടാൽ. എപ്പോഴാണ് ശരിക്ക് ടെമ്പറേച്ചർ ഒരു 0.1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് കുറഞ്ഞത്, 27 എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഹ്യൂമിഡിറ്റി 86 എന്ന് വെച്ചാൽ 13% കുറഞ്ഞു. ഊഷ്മാവ് ഒരു 0.1 ഡിഗ്രി കുറയുമ്പോൾ തന്നെ അത്രയും സമയം കൊണ്ട് തന്നെ അത് 13% കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 4 മിനിറ്റാണ് നമുക്ക് ഇതുവരെ എടുത്തിരിക്കുന്നത് ഈ ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിനിയും കുറയും, പക്ഷേ ഞാനിപ്പോൾ അത്ര കൂടുതൽ നേരം നോക്കുന്നില്ല. അപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലാക്കാവുന്നത്, നമ്മൾ റൂമിൽ തുണിയൊക്കെ ആറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ വേഗം ഉണങ്ങി കിട്ടും. കാരണം ഊഷ്മാവ് കുറച്ച് കുറഞ്ഞാൽ തന്നെ ഹ്യൂമിഡിറ്റി നല്ലോണം കുറയുന്നതുകൊണ്ട് നീരാവി വലിച്ചെടുക്കും. അപ്പോൾ തുണി വേഗം ഉണങ്ങും. എന്നാലും അത് മുതലാവണ കാര്യമല്ല കേട്ടോ, എ സി ഇട്ട് തുണി ഉണക്കാന്ന് പറഞ്ഞാൽ. നമ്മൾ മഴക്കാലത്ത് ഫാനൊക്കെ ഇട്ടിട്ട് തുണി ഉണക്കാറുണ്ട്, പക്ഷേ എ സി ഇട്ട് ഉണക്കാറില്ല, അത് കുറച്ച് കൂടിയ പണിയായി പോവും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫാൻ ഇട്ടിട്ട് ഉണക്കാൻ ശ്രമിച്ചാലും ഹ്യൂമിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്ര വേഗം ഉണങ്ങും അല്ലെങ്കിൽ ഉണങ്ങില്ല എന്ന്. മിക്കവാറും തുണി ഉണക്കാനിടുന്ന റൂമിലൊക്കെ ഞാൻ നോക്കുമ്പോൾ 99% ഹ്യൂമിഡിറ്റി കാണാറ്.
അപ്പോൾ അത്ര വേഗമൊന്നും ഉണങ്ങില്ല. അതാണ് ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഫാനിട്ട് വെച്ചാലും കാര്യമായിട്ട് തുണി ഉണങ്ങുന്നില്ല അകത്താവുമ്പോൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതാ പരമാവധി ഒരു 83% എത്തി. ഞാനിനി അത് 82 അപ്പോൾ അന്ന് ഞാൻ നിർത്താൻ പോവാണ്.